അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. ഉമ്മച്ചിയുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ റെഡിയല്ലേ? ആ ഉമ്മച്ചിയെ ഞങ്ങൾ റെഡിയാണ്. ഉമ്മച്ചിനെ വെയിറ്റ് ചെയ്യായിരുന്നല്ലേ ഞങ്ങൾ ഇത്ര നേരം. അവിടുന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടാ? നമുക്ക് തുടങ്ങിയാലാ? ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇന്ന് പഠിച്ചില്ലെങ്കിൽ നാളെ ഒരു വഴിയുമില്ല. മകളും മരുമകളും ജീവിതം നേരിടാൻ തയ്യാറാവണം. ഇതാണ് ഇന്നത്തെ വിഷയം. ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയണത് കേട്ടാ. മകളെ പറ്റിയിട്ടും മരുമകളെ പറ്റിയിട്ടും പറയുന്ന ഒരു വിഷയമാണിത് കേട്ടാ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് വെച്ചാൽ ചിലപ്പോൾ ആ പെൺകുട്ടി ആ ഒരു മോളുണ്ടല്ല +2 പഠിക്കുകയാണ് ഇക്കാരം. അപ്പം നമ്മൾ പറയും അവരോട്, +2 കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ, ഒരു റിസൾട്ട് വരാനായിട്ടൊരു കാത്തിക്കാണ് ഇക്കാരം. അത്യാവശ്യം നല്ല പഠിക്കണ കുട്ടിയാണ് ഇക്കാരം ചിലപ്പോൾ ആ പെൺകുട്ടി. അപ്പം നമ്മളെ വിവാഹമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എന്തുണ്ടെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്കൊക്കെ തന്നെ കല്യാണം കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ് ഇവിടെ. നല്ലൊരു ബന്ധം കിട്ടാൻ ആൾക്കാർ മണ്ടിപ്പായാണ്. അപ്പോൾ നമ്മളെ കല്യാണം കഴിഞ്ഞ് കിട്ടും വേണോ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഈ പെൺകുട്ടീനെ പഠിപ്പിക്കുമോ എന്നുള്ളതാണ് അവിടെ ഉള്ള ഒരു വിഷയം. അറിയാം, ആ പെൺകുട്ടി പറയും. അതൊന്നും ആ പെൺകുട്ടി ചിലപ്പോൾ സമ്മതിക്കൂലേക്കാരം. അത്യാവശ്യം നല്ല പഠിക്കണ മോളാണ് ഇക്കാരം. അപ്പോൾ ഒരു രക്ഷിതാക്കളും പറയും. അപ്പോൾ നമ്മൾ തീർത്തും പറയും അതൊരു വിഷയമുള്ള കാര്യമില്ല, അവർക്ക് എത്ര വേണമെങ്കിലും പഠിച്ചോട്ടെ എന്ന് പറയും. അങ്ങനെയാണ് ഇക്കാരം ആ ബന്ധം നടക്കൽ അല്ലേ? ആ ബന്ധം നടന്നതിൻ്റെ ശേഷം ഉള്ള കഥയാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്നത് കേട്ടാ. അങ്ങനെ ആ ബന്ധം അങ്ങോട്ട് നടന്ന് പിന്നെ അവർ ചില വീട്ടുകാർക്കുണ്ടല്ലോ, ചിലർ പറഞ്ഞേക്കും, ചിലർക്ക് ആ മോളെ പഠിപ്പിക്കാൻ മടിയാണ് ഇക്കാരം. വീട്ടിൽ ഒറ്റക്കാണ്. പിന്നെ നമ്മൾ അന്ന് പറഞ്ഞ വാക്കൊന്നും നമുക്കില്ല, നിലവില്ല കേട്ടാ. വാക്കൊക്കെ പോയി. അപ്പം തന്നെ നമ്മളെ കാര്യമൊക്കെ കഴിഞ്ഞ് കുട്ടി വീട്ടിലെത്തി. അപ്പം പിന്നെ നമ്മൾ പറയും ഇപ്പം പറഞ്ഞേക്കാൻ പറ്റൂല. അങ്ങനെ ആ കുട്ടി അങ്ങനെ അവിടെ നിന്നിട്ട് അങ്ങനെ ജീവിതം തള്ളി നോക്കും. ഒരു 10-20 ദിവസം ഭർത്താവ് ഉണ്ടാകും. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് അങ്ങോട്ട് ദുബായിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഈ പെൺകുട്ടിക്ക് ഒരു ടെൻഷനും ആലോചനയൊക്കെ തന്നെയാണ് ഈ അവളെ കൂടെയുള്ള മക്കളൊക്കെ അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ ആ മോൾക്കുണ്ടല്ലോ അതിനെ പറ്റിയിട്ടുള്ള ഒരു ടെൻഷനാണ് ഇക്കാരം. എനിക്ക് കല്യാണം സമ്മതിച്ച കാരണമല്ല ഇപ്പം ഞാൻ ഇവിടെ എത്താത്തത് എന്നൊക്കെയുള്ളൊരു വിഷമം ഉണ്ടാവും. തിരിച്ച് നമ്മുടെ മകളാണെങ്കിലോ അതും അതേപോലെ തന്നെയാണ് ഇക്കാരം. ഒരു കല്യാണക്കാര്യം വന്ന് പെട്ടെന്ന് അത് കഴിച്ച് വിട്ട്, അത്യാവശ്യം പഠിക്കണ മക്കളാണ് ഇക്കാരം. പഠിക്കാനുള്ളൊരിതുണ്ടാവും. ചിലപ്പോൾ +2 കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും നമ്മളുണ്ടല്ല അവരെ ഭർത്താവിൻ്റെ ആൾക്കാർക്കും തന്നെ ചിലർക്ക് പഠിപ്പിക്കണം എന്നുണ്ടാവും കേട്ടോ. ചിലർക്ക് വിടാൻ മടിയാണ് ഇക്കാരം. അപ്പം ഞാൻ പറഞ്ഞ് വരുന്ന വിഷയം ഇപ്പം എന്താണെന്ന് പറഞ്ഞേറ്റാ. നമ്മൾ മകളായാലും മരുമകളായാലും അവരെ തടയരുത് നിങ്ങൾ കേട്ടോ. അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കുക. ഡിഗ്രിക്കായാലും അതല്ല വേറെ ഏതെങ്കിലും ജോലി കിട്ടാൻ സാധ്യതയുള്ള വല്ല കോഴ്സിന് പഠിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവരെ കൂടെ നിന്നിട്ടുണ്ടല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവരെ. കാരണം എന്നും നമ്മളുണ്ടാവില്ല അവരെ കൂടെ. ഇന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടു വരുന്നത് എത്രയോ പെൺകുട്ടികളുണ്ട് വെച്ചിട്ടാണ് ഭർത്താക്കന്മാർ തീരെ നോക്കൂല്ല. അതിൽ 1-2 മക്കളും ഉണ്ടാവും, വീട്ടുകാരെ ഒരു തണിയും ഉണ്ടാവില്ല. അങ്ങനെ ഈ കുട്ടികൾ പിന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പഠിപ്പ് നിർത്തിയിട്ടുണ്ടാവും. പിന്നെ ഒരു ഫാഷൻ ഡിസൈനിങ് എന്തിനേലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ PG എടുക്കാനോ അല്ലെങ്കിൽ B.Ed എന്തിനെങ്കിലുമൊക്കെ പോയി അവർ പിന്നെ രണ്ടാമത് 3-4 വർഷം കഴിഞ്ഞിട്ട് പഠിപ്പ് നിർത്തിയിട്ട് 4-5 വർഷം കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ ഒരു പഠിപ്പിലേക്ക് തുടങ്ങുന്നത്. അവർക്ക് അങ്ങനത്തെ ഒരു ഗതികേടോടാണ് ആ മക്കൾ പിന്നെയും പോണത്. അറിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെ കമൻറ്റ് നിങ്ങൾക്ക് അറിയിക്കുക. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നുവെച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. എല്ലാവരെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞത് കേട്ടോ. ചിലരെ പറ്റിയിട്ടാണ്. ചിലർ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ അവർക്ക് ആൺകുട്ടികൾക്ക് തന്നെ അത്യാവശ്യം, ചില ആൺകുട്ടികൾ തന്നെ പറയും ജോലിക്കൊന്നും പോകണ്ട, പിന്നെ
ഇജ്ജ് വീട്ടിലിരുന്ന് എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവരെ വേണ്ട മാതിരി നോക്കുന്നുണ്ട്. അവരെല്ലാ കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നോക്കുന്നുണ്ട് അവർ. ചിലരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ പിന്നെ ഈ മോളായാലും മരുമകളായാലും പിന്നെ രണ്ടാമത് പഠിച്ച് വരുമ്പോഴത്തേനും 4-5 വർഷം നഷ്ടപ്പെടുകയാണ് അവർക്ക്. അതേസമയം നമ്മളുണ്ടല്ല ആ പഠിപ്പ് കഴിഞ്ഞ് അവർ വന്ന സമയത്ത് തന്നെ ആ ഡിഗ്രി ഇനിയിപ്പോൾ ഒരു വർഷമൊക്കെ ചില മക്കളൊക്കെ ഉണ്ട്, ഒരു വർഷം ഒക്കെ തീരുന്ന സമയത്താണ് ഈ കല്യാണം. പിന്നെ ആ ഒരു വർഷം അവർ മുഴുവനാക്കാൻ പറ്റാതെ അപ്പോഴത്തേക്കും ഒരു കുട്ടിയായി. കുട്ടിക്ക് 4-5 വയസ്സായതിൻ്റെ ശേഷമാണ് ആ പെൺകുട്ടികൾ പിന്നെ ഈ ബുക്കൊക്കെ ആയിട്ട് പോണത്. അങ്ങനെ നിങ്ങളെ മക്കളെ നിങ്ങളോട് പറയാനുണ്ടല്ല. പിന്നെ അപ്പോൾ ഇതിവിടെ അവസാനിക്കണില്ല. കാരണം അവർക്ക് ജീവിതത്തിലുണ്ടല്ല 1, 2, 3 മക്കൾ അല്ലെങ്കിൽ 2 കുട്ടികളൊക്കെ ആവുമ്പോൾ അവരെ ജീവിതം പരാജയത്തിലേക്കാണ് പോണത്. നിങ്ങളറിയോ? അന്ന് ഈ പിടിച്ചു നിർത്തിയ അമ്മ ആരുണ്ടാവില്ല. ഈ മക്കളുണ്ടല്ല ശരിക്കും ഉണ്ടല്ല ഒരു ഉറുപ്പ്യൊക്കെ ഈ മക്കൾ തെണ്ടുകണേക്കാൻ. നിങ്ങളറിയോ? അവരാവശ്യത്തിന് ഉമ്മാനോടായാലും എത്ര വെച്ചിട്ട് അവർ ചോദിക്കുക. അവർക്ക് എന്തൊക്കെയോ ഒരു പെൺകുട്ടിക്കൊരു ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു ആവശ്യങ്ങൾ നിറവേറാണ്ടാവും. ആ മകളായാലും ശരി മരുമകളായാലും ശരി. ഒരു ഭക്ഷണം 3 നേരം ഭക്ഷണം നമ്മൾ കൊടുത്താൽ അതുകൊണ്ടൊന്നും ആവില്ല. നിങ്ങളറിയുക? നിങ്ങൾ പറയും അവൾക്ക് എന്തിൻ്റെ കുറവാണ് ഇവിടുത്തെ ഭക്ഷണം. ഒരു കൊല്ലത്തിൽ 2 വസ്ത്രം ഇട്ട് കൊടുത്താലൊന്നും ഒരു പെൺകുട്ടികളെ ആവശ്യം തികയൂല മക്കളെ. അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മളോട് പറയാൻ പറ്റാത്തത്, അവരെ ചെയ്യാനും പിടിക്കാനൊക്കെ. അപ്പോൾ അവർക്ക് വെച്ചിട്ടൊരു പൈസ കിട്ടിയാൽ അവർക്കുണ്ടല്ല ഒരാഗ്രഹത്തിനൊത്തുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ചിലവാക്കാനും കുട്ടികൾക്ക് ചിലവാക്കാനൊക്കെ അവർക്ക് സാധിക്കും. നിങ്ങളറിയുമോ? അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഭർത്താക്കന്മാർ പോയിട്ട് പിന്നെ അവർ പണിയില്ല സ്വരമില്ല, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല അവരൊരു വിവരം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ മാനസികമായിട്ട് ഓരോ മക്കൾ എത്ര ഉണ്ടിച്ചിട്ടാണ് വിഷമിക്കുന്നത് അറിയോ? അപ്പോൾ അവർ വിചാരിക്കും ഞങ്ങളൊന്ന് പഠിച്ചതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും എത്തിയിരുന്നല്ലോ പഠിച്ചോനെ. പക്ഷെ അപ്പോഴത്തിന് സമയം ഒരുപാട് വൈകിട്ടുണ്ടാവും. പിന്നെ അതിനെപ്പറ്റി ഓർത്തിട്ടുണ്ടല്ല നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പം എന്ത് കാര്യം ചെയ്യുക നമ്മൾ? എന്ത് കാര്യം ചെയ്യുക? അതിനോടനുബന്ധിച്ച് തന്നെ +2 കഴിഞ്ഞ മോളാണ് നമ്മളെ പെരേക്ക് വരുന്നത് വെച്ചാൽ അതല്ല ഡിഗ്രി പൂർത്തിയായി കഴിഞ്ഞ് 1 വർഷമൊക്കെ ഉള്ളിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ഇടയിലുണ്ടല്ല നമ്മൾ പ്രഗ്നൻ്റൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടി പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. റിസ്ക് എടുത്തിട്ടൊക്കെ പോകാനുണ്ടല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ അവർ പ്രസവമൊക്കെ കഴിഞ്ഞ് കുട്ടിക്ക് ഒരു 1-1.5 വയസ്സാവുമ്പോൾ നമുക്കുണ്ടല്ല ഈ പോണ മക്കളും ഉണ്ടല്ലോ നേരത്തെ എണീച്ചിട്ട് വീട്ടിൽ അമ്മായിമാരുടെ അടുത്ത് നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ അമ്മേൻ്റെ അടുത്ത് നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അവരെ ഉണ്ടല്ല എന്തെങ്കിലുമൊക്കെ. എത്ര പെൺകുട്ടികളുണ്ട് എല്ലാ ജോലിയും കഴിച്ച് വെച്ചിട്ടൊക്കെ പോണ മക്കളുണ്ട് വെച്ചിട്ടാണ് അമ്മായിമാനൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോണെന്താ കുറച്ച് പ്രായം ചെന്നവരാണ് ഇക്കാര അവർക്ക് വീട്ടിലെ ജോലി. എന്നാലും അപ്പോൾ അവരെന്താ ചിന്തിക്കുക? ഞങ്ങൾ പഠിക്കാൻ വിടുന്നുണ്ടല്ലോ ഉമ്മ. അപ്പോൾ അതാണ് അവർ വിചാരിക്കുക. അപ്പോൾ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ആണുങ്ങളെടുത്ത പൈസ ഇല്ലെങ്കിലും ഇന്നൊക്കെ സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയുള്ള സമയമാണ്. ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ അവരെ പിന്നെ ആഭരണം തന്നെയാണ് കൊടുത്തിട്ട് ഭർത്താവിനെ അവർ പിന്നെ ഇനിയിപ്പോൾ ബാപ്പാനും ഉമ്മാനെയും ഒന്നും ബുദ്ധിമുട്ടിക്കാതെ അവരെ സമ്മതം ഇവർക്ക് കിട്ടിയാൽ മതി അവർ പഠിക്കാൻ പോണത്. ഇന്നത്തെ സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ ഇവർ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടല്ല എവിടെയെങ്കിലും ഒന്ന് കയറി കിട്ടിയാൽ വല്ല ടീച്ചറായിട്ടാ ഇന്ന് എവിടെയെങ്കിലും ഒന്ന് കയറി കിട്ടിയാൽ പഠിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെടില്ല മക്കളെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ ഇത് കാണുന്ന ഉമ്മമാരായാലും നിങ്ങളോട് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ഈ പഠിക്കണ മക്കളുണ്ടല്ലോ അവർക്ക് ആഗ്രഹമുള്ള മക്കളുണ്ടല്ലോ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ അവരെ സങ്കടപ്പെടുത്തരുത് കേട്ടോ. നിങ്ങൾ അവരെ പറഞ്ഞയക്കണം. അവർ പഠിക്കട്ടെ. അവർ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നന്ദി ഇതൊക്കെ നമ്മൾ അമ്മായിമാരായി നമ്മളോടുണ്ടാവും അവർക്ക് ആത്മാർത്ഥതൊക്കെ. എൻ്റെ ഉമ്മ ഉണ്ടായിട്ടാണ്. അങ്ങനത്തെ മക്കളൊന്നല്ല പിന്നത് കാലത്ത് ജീവിക്കണത്. അവർക്കുണ്ടാവും, നമ്മളോടും ഉണ്ടാവും. അവരുള്ള കാരണമാണ് അവർ തന്നെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കഴിച്ച് വെച്ചിട്ട് പോവുക. നേരത്തെ വീട്ടിലെത്താൻ നോക്കുക. ഉമ്മാനായാലും അമ്മായിമാനൊക്കെ ഒന്ന് സഹായിച്ച് കൊടുക്കുക. അതൊക്കെയാണ് ജീവിതത്തിലുള്ള ഓരോ ഇത്.
അപ്പം ഞാൻ പറഞ്ഞ് വന്ന വിഷയം, നിങ്ങൾ എന്തായാലും എത്രയോ ഭാഗത്തുണ്ട് പഠിക്കണം മക്കളൊക്കെ, നമുക്കൊരു സങ്കടമാണ്. ഇപ്പം അടുത്തൊരു ദിവസം ഞാൻ മിനിയാന്നറ്റേ ചമ്മാട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്, എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ തിരൂരിൽ നിന്ന് ഒരു മോള്, ഈ പാൻറ്റും സൂട്ടൊക്കെ ഇട്ടിട്ടെന്ന് പറയില്ലേ, ഒരു മോള് എൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നെ കണ്ടപ്പോൾ ഉമ്മ അവിടെ ഇരുന്നോളി എന്നിട്ട് ആ പെൺകുട്ടി ആ മോൾ എണീച്ച് തന്നു. അങ്ങനെ എണീച്ച് തന്നപ്പോൾ ഞാൻ ഉണ്ടല്ല അവിടെ ഇരുന്ന്. അപ്പോൾ പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ആൾ എണീച്ചപ്പോൾ ഞാൻ ആ മോളോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന മോളെന്ന് പറഞ്ഞ് സീറ്റ് കിട്ടി. അപ്പോൾ ഇരുന്നപ്പോൾ എനിക്ക് ആ മോളെ നല്ലൊന്ന് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പെരുമാറ്റം, നമുക്ക് തന്നെ പാവം ബാഗും ഇതൊക്കെ നല്ലൊരു എന്തൊരു വെയിറ്റുള്ളൊരു ബാഗുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊന്നും മടിയിൽ വെക്കുമെന്ന് വെച്ചു. അപ്പോൾ പറയാം ഞാൻ മടിയിൽ വെച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ മടിയിൽ വെച്ച് തന്ന് അങ്ങനെ പിന്നെ പരിചയപ്പെട്ട് സംസാരിച്ചപ്പോൾ, അപ്പോൾ എന്താണ് ഇത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനാണ് അത് തിരൂർ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കല്യാണം കഴിച്ചിട്ടൊന്നും തോന്നൂല കേട്ടോ, അതിൽ ഇരുന്ന അർത്ഥത്തിലൊരു മോള്. അപ്പം ഞാൻ മോളെ ഇവിടെ പഠിക്കണ കല്യാണം കഴിഞ്ഞിരിക്കണമെന്ന് വെച്ചിട്ടാണ്. ആ അമ്മ കല്യാണം കഴിച്ചിട്ട് 2 കുട്ടികളുണ്ട് എന്നാണ്. അപ്പോൾ പഠിപ്പ് നിർത്തിയിട്ട് 8 വർഷമായിക്കണ ഈ പെൺകുട്ടി. എന്നിട്ട് ഇപ്പോഴാണ് ഈ മോളുണ്ടല്ല ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്, നിങ്ങളറിയാം. അപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും എന്തോ ഒരു ബുദ്ധിമുട്ട്. അത് എത്ര ദൂരത്താണ് വരുന്നത്, ചെമ്മാടുന്ന് പിന്നെയും കുറേ പോകണമെന്ന് അറിഞ്ഞ് 10 ഉറുപ്പ്യ 12 ഉറുപ്പ്യേൻ്റെ ടോട്ട ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റക്കാണ് വീട്ടിൽ താമസിക്കണത്. പിന്നെ അനിയനുണ്ടെന്ന് അറിഞ്ഞു എന്നോട്, 2 മക്കളാണെന്ന് അറിഞ്ഞ്, ഒരു മോളും ഒരു മോനും അങ്ങനെ തന്നെ പറഞ്ഞു തോന്നണേ. അപ്പം പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യമൊക്കെ വന്നിട്ടുണ്ടാവും, മക്കൾക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും അവർക്ക്. അപ്പോൾ 2 വർഷത്തെ കോഴ്സാണ് ഉമ്മ. പിന്നെ 1.5 വർഷം കഴിഞ്ഞ് 6 മാസം കൂടി ഉള്ളതെന്ന് അറിഞ്ഞ ആ മോള് കേട്ടോ. അപ്പം അങ്ങനെ സംസാരിച്ച് പിന്നെ എന്നോട് പറഞ്ഞു 6 മാസം കൂടി ഉള്ളു ഉമ്മ എനിക്ക് പഠിക്കാനെന്ന് പറഞ്ഞു. ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റെ ഫോൺ നമ്പറൊക്കെ മോളത് ഞാൻ വാങ്ങി വിളിക്കേണ്ടിട്ടാന്ന് പറഞ്ഞ് ആയിക്കോട്ടെ ഉമ്മ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു മോളെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞെന്ന് തന്നെ തോന്നൂല കേട്ടോ, സത്യമായിട്ടും ഞാൻ അതേ ചോദിച്ചത്. അപ്പോൾ 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാളും ഹുസൈനെ കണ്ടപ്പോൾ അത് ചെറിയൊരു മോള് കണ്ടാൽ അതിന് വലിയ നീളം ചെന്നാലും ഒന്നും പ്രായമൊന്നും തോന്നാത്തൊരു മോള് എന്നാറ്. അപ്പോൾ എന്തെങ്കിലും ഭർത്താവ് ദുബൈയിലാണെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മക്കൾ കുറേ കഴിയുമ്പോൾ അപ്പം അവർ പഠിച്ച് വെച്ചതാണെന്നുണ്ടെങ്കിൽ അത് എവിടെയും പോവില്ല മക്കളെ. ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. നിങ്ങളെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യം ഭർത്താക്കന്മാർക്കൊന്നും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളവരെ പറഞ്ഞേക്കണ്ട. ആൺകുട്ടികളോടുമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർക്കൊരു BEdൻ്റെ ഡിഗ്രി എന്തിൻ്റെയും ഒരു സർട്ടിഫിക്കറ്റ് അവരെ കൈക്കലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പം വെച്ചിട്ടുണ്ടല്ല അവർക്ക് ഇടങ്ങറാവേണ്ട ആവശ്യമില്ല. അവർക്ക് എവിടെയെങ്കിലും പോയിക്കൂടെ. പിന്നെ ഇപ്പോൾ ഈ ഗൾഫിലൊക്കെ കൊണ്ടുപോകണം ആൺകുട്ടികളൊക്കെ തന്നെ, അവിടെ പോയിട്ട് റൂമിൽ അടച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ല. വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാം. പിന്നെ അതുമല്ല ഇന്നിപ്പോൾ 2 ആൾ നയിച്ചാൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന സമയമാണ്. പണ്ടത്തെ മാതിരിയല്ല ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പൈസ, എല്ലാം വാങ്ങാനും കുടിക്കാനൊക്കെ നല്ല പൈസേൻ്റെ ഒക്കെ ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ കല്യാണം 1-2 മക്കളുണ്ട് അറിവിൽ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കല്യാണം നല്ല പഠിക്കണം മക്കളെ പിടിച്ചാണ്ട് കല്യാണം കഴിച്ചിട്ട് പിന്നെ ഭർത്താക്കന്മാരെ അവരെ പറഞ്ഞയക്കില്ല, പോണ്ടാന്ന് പറഞ്ഞിട്ട് വഴിയിലൊക്കെ വെച്ചിട്ട് അവർ അധ്യാപകരെ കണ്ടിട്ട് അധ്യാപകരും കൂടി കെഞ്ചിയിട്ട് ഇവരോട് പറയും നല്ല പഠിക്കണൊരു മോളാണ് ഇട്ടാ നിങ്ങളിതൊന്ന് കോഴ്സ് മുഴുവനാക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ ഉമ്മച്ചി ഉണ്ടല്ലോ അധികം പിന്നെ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കണില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു കമൻറ്റ് തരാനും ലൈക്ക് തരാനും, നിങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഉമ്മച്ചി നിങ്ങളുടെ മുന്നിൽ വരും. അസ്സലാമു അലൈക്കും.